ഹായ് ഓൾ, എല്ലാവർക്കും ഫൈൻ ജേണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു. അത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ടെർമിനൽ 21 എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് മാളുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഫുഡ് സ്ട്രീറ്റ് അടക്കം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇതാണ് വിശേഷങ്ങൾ. ഇതിൻ്റെ മുമ്പത്തെ കുറച്ച് എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു എപ്പിസോഡ് നമ്മളൊരു ഫുഡ് സ്ട്രീറ്റ് മാത്രമായിട്ട് ചെയ്തിരുന്നു. അതേപോലെ അത്രയും വെറൈറ്റികളൊന്നും ഇല്ലെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതലും ഇതുപോലെ ഡ്രസ്സുകളും അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ ടോയ്സ് അതൊക്കെയാണ്. ഫുഡായിട്ടുള്ള ഐറ്റംസ് കുറവാണ്, എന്നാലും ഉണ്ട് സാധനങ്ങൾ. പക്ഷെ നമ്മൾ ആ എപ്പിസോഡിൽ കണ്ടോണം കുറേ ഫുഡിൻ്റെ ഐറ്റംസ് ഇല്ല ഇവിടെ. ഇവിടുത്തെ മെയിൻ സംഭവം ഇതാട്ടാ, ഇതേപോലെ ആട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തീറ്റ കൊടുക്കാം. അതിന് ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫുഡ് തരും അവർ. അപ്പോൾ അത് ഇതിനെ ഫീഡ് ചെയ്യാം. ഇവിടെ കുറേ സ്ഥലങ്ങൾ പോയപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ട ഗിനിപ്പന്നി ഇതിന് ഫുഡ് കൊടുക്കുകയാണ്. അവിടെ പോവുക, 10 പാത്ത് 20 പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മറ്റേ പാത്രത്തിൽ കണ്ട ഒരു പാത്രത്തിലിരിക്കുന്ന ഫുഡ് തരും. അപ്പോൾ നമ്മളിത് ഇവറ്റങ്ങൾക്ക് ഫീഡ് ചെയ്യാം. അവർ കഴിക്കുന്നത് കാണുമ്പോൾ ഒരു രസം, നമ്മുടെ മനസ്സിനൊരു സുഖം. ഇതേവരുത്തം കൂട്ടിന്ന് പുറത്തേക്കൊക്കെ ചാടിത്തരുന്നുണ്ട്. ഫുഡ് തട്ടിപ്പടത്തിട്ടൊക്കെ ഓർമ്മ. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴുണ്ട് കുട്ടികളൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ മൃഗങ്ങളത് മേടിച്ച് കഴിക്കുന്ന കാണുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. ഇതെന്താന്ന് മനസ്സിലായോ? പന്നിക്കുട്ടികളാട്ടോ, പന്നിക്കുട്ടികൾ. കുറച്ചൊക്കെ വലുതായി വരുമ്പോൾ ഞങ്ങളൊക്കെ പിടിച്ച് ഇപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെ പോഷകം വെപ്പിച്ച് വരികയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഫുഡിൻ്റെ സെക്ഷനിലെത്തി. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടോളം തന്നെ കുറേ ഫുഡ് വെറൈറ്റികൾ. ഇവിടെയും ഒരു വലിയ പ്ലെയിനൊക്കെ ഉണ്ട്. പ്ലെയിനിൻ്റെ അടിയിലാണ് ഈ പരിപാടി.
അതുകൊണ്ടാണല്ലോ ഇതിന് ടെർമിനൽ 21 എന്ന് പേര് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടുത്തുള്ള ഷോപ്പിംഗ് മാളിൻ്റെ പേരാണ് ആക്ച്വലി ടെർമിനൽ 21. ഇതിൻ്റെ അടുത്തൊരു ഫ്ലൈറ്റ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്വീറ്റ്സുകളാണ്, സ്വീറ്റ്സിൻ്റെ സെക്ഷനാണ് ഇത് കാണുന്നത് നമ്മളിപ്പോൾ. ഇവിടെയും സ്ക്വിഡും നീരാളിയൊക്കെ ഉണ്ട്. അതിലുള്ള നീരാളിയാണ് ഇതിനൊക്കെ ഭയങ്കര രസത്തിൽ പാക്ക് വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ട കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര സ്റ്റൈലിലാണ് ഇരിക്കുന്നത്. ഇവരത് പല ഡിസൈനിലെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇവിടെ. ഇവിടെ നമ്മുടെ അടുത്ത മുതലച്ചേട്ടൻ്റെ കടയുണ്ട്. ഇവിടെ മുതലിറച്ചി ഈ ഏരിയയിലുണ്ട്. നമ്മൾ അന്ന് കഴിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് ട്രൈ ചെയ്തില്ല. വേറെ നമ്മൾ അവിടെ കഴിക്കാത്ത എന്തെങ്കിലും കൂടി ഉണ്ടോ എന്ന് തപ്പി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ പുറത്തൊരു റൗണ്ട് നടന്ന് നമ്മൾ പതുക്കെ ഷോപ്പിംഗ് മാളിനുള്ളിൽ കയറി. അപ്പോൾ ഇതിൻ്റെ ഈ ഷോപ്പിംഗ് മാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എയർപോർട്ട് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ ബോർഡുകളും അതേപോലെ സ്റ്റെയർ കേസുകളും എക്സ്കലേറ്ററും ഒക്കെ എയർപോർട്ടിൽ എങ്ങനെയാണ് അതേപോലെയാണ് അതിൻ്റെ ബോർഡിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഇവിടെ ഒരു വണ്ടൻ ഈഫിൾ ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ കത്തിയിട്ട് ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. 3 ഫ്ലോർ വരെയൊക്കെയാണ് ഇതിൻ്റെ ഹൈറ്റ് കാണുന്നത്.
അപ്പം ഇതേപോലെ കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്നുകൊണ്ട് കേട്ടിട്ടാണ് നമ്മൾ ഈ ഏരിയയിലേക്ക് വന്നത്. ഫുഡ് കഴിക്കാന്നുള്ള മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളോടെയും കാണാമല്ലോ എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ വന്നത് എന്തായാലും വെറുതെ ആയില്ല, നല്ല രസമായിട്ട് കാണാനുണ്ട്. ഇതിൻ്റെ ലൈറ്റ് വർക്ക് ഉണ്ടോ, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അവർ. ഈ എക്സലേറ്റർ ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉണ്ടോ, ഇപ്പോൾ പാരീസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോറാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഫിൽ ടവർ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി മുകളിലേക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോകുമ്പോൾ അടുത്തൊരു രാജ്യത്തിലേക്ക് എത്തണം. അങ്ങനെയാണ് ഇവർ ഈ എക്സലേറ്ററൊക്കെ ഭയങ്കര ബോർഡുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പാരീസിൽ നിന്ന് അങ്ങോട്ട് കയറി നമ്മൾ എവിടെയാണ് ചെന്ന് ഇറങ്ങണേ നോക്കാം. ആൾക്കാർ ഭയങ്കര കുറവായിട്ടാണ്, കാരണം രാത്രി സമയം ആയതുകൊണ്ടായിരിക്കും. നമ്മളിത് ലണ്ടനിലേക്കാണ് എത്തുന്നത്. പാരീസ് ടു ലണ്ടൻ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു രീതികൾ. അതോടെ കാര്യമായിട്ട് എന്തൊക്കെയോ വായിക്കുന്നുണ്ട്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നുണ്ട്. ടെർമിനൽ 2 എന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? മനസ്സിലാവില്ല. ജിങ്കം. ഇതിൻ്റെ ഉള്ളിലെ ഈ ഓഫേഴ്സൊക്കെ വിളിച്ച് പറയില്ലേ, അതിൻ്റെ സൗണ്ട് ഏകദേശം എയർപോർട്ടിൽ അനൗൺസ്മെൻറ്റ് പോലെയാണ്. ഈ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കത് കേൾക്കുന്നുണ്ട്. Celestial messengers
reminding us that even the smallest rock can have a hand at sculpting worlds. Asteroid. ഇവിടെ നമ്മുടെ റോമിയോയും ജൂലിയറ്റും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവര് ഭയങ്കരമായി പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. Tiny blue speck, adrift in the vast cosmic ocean, shaped by the dance of asteroids. Our whole existence rests on the edge of this delicate balance between creation and chaos. Asteroid. Those celestial messengers reminding us that even the smallest rock can have a hand at sculpting worlds. ഇവിടെ ഒരു സ്കൂട്ടറിൽ ഒരു കപ്പിൾസ് ഇരിക്കുന്നുണ്ട്. ഹാൻഡിൽ ബാർമൊക്കെ ഇരുത്തിട്ടാണ് കൊണ്ടുപോകണത്. നമ്മൾ വണ്ടി നല്ല കണ്ടുപിടിച്ചുള്ള വണ്ടി കേട്ടോ. കണ്ടിട്ട് എനിക്ക് വെസ്പയാണെന്ന് തോന്നണം. അവിടെ എല്ലാം എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ മോനെ വെസ്പ തന്നെ, വെസ്പ കണ്ടോ, വെസ്പ 50s എഴുതി വെച്ചാണ്. ഇങ്ങനെ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ. കാണാൻ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. Those celestial messengers reminding us that even the smallest rock can have a hand at sculpting worlds. നമ്മൾ നടത്ത ഐഫിൽ ടവർ കണ്ടോണം. ഇവിടെ പിസാ ഗോപുരം ഉണ്ട്, ചെരിഞ്ഞ ഗോപുരം. ഇവിടെ നല്ലോണം ചെരിച്ചിട്ട് തന്നെയാണ് പണിത് വെച്ചിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞോണം എന്താ പറയാ, നല്ല ഹൈറ്റില് ലൈറ്റൊക്കെ ഇട്ട് നല്ല കൂട്ടപ്പനൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. കണ്ടോ, ഈ ചെരിവ് ഇതിനുണ്ട് കേട്ടോ. ശരിക്കും കാണണം തന്നെ, ഇതിലൂടെ ചെരിച്ചിട്ടാണ് അവർ പണിതിരിക്കുന്നത്. അപ്പോൾ ഇതും എന്താ പറയാ, കാണാൻ ഭയങ്കര രസമായിട്ടുള്ള സംഭവമായിരുന്നു.
അപ്പം ഞണ്ടിൻ്റെ റോളും ഇതെന്തായിരുന്നു പോർക്ക് ബെല്ലി. ഇന്നത്തെ ആദ്യത്തെ ട്രൈ ഇത് രണ്ടുമാണ്. കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു ബിയറൊക്കെ അടിച്ച് പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതോടുകൂടി ഈ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി പുതിയ വിശേഷങ്ങളായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ടിൽ ദാൻ ബൈ.